ഒരിടത്ത് വളരെ സുന്ദരവും ശാന്തവുമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ വലിയൊരു സൂര്യകാന്തി പാടത്തിനടുത്ത് മിട്ടു എന്നൊരു കുഞ്ഞൻ പൂച്ച താമസിച്ചിരുന്നു. ചാരനിറമുള്ള അവന് വളരെ ഭംഗിയുള്ള മൃദുലമായ രോമങ്ങളുണ്ടായിരുന്നു. അവൻ എപ്പോഴും ആകാശത്ത് നീങ്ങുന്ന മേഘങ്ങളെ നോക്കി അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ പാറി നടക്കുന്ന ചിത്രശലഭങ്ങളെ കൗതുകത്തോടെ നോക്കും. മറ്റു ചിലപ്പോഴാകട്ടെ മരങ്ങളിലിരുന്ന് പക്ഷികൾ പാട്ട് പാടുന്നത് ശ്രദ്ധിച്ചിരിക്കും. എല്ലാ ദിവസവും രാവിലെ അവൻ വേലിക്കരികിലിരുന്ന് മുകളിലേക്ക് നോക്കി പറയും, എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. വേലിക്കരികിലെ മരത്തിലിരുന്ന പക്ഷികൾ ഇത് കേട്ട് ചിരിച്ചു. നിനക്ക് കാലുകളല്ലേ ഉള്ളൂ, ചിറകുകളില്ലല്ലോ, ഒരു കുരുവി ദയോടെ പറഞ്ഞു. അപ്പോൾ മരത്തിലിരുന്ന ഒരു പ്രാവ് പറഞ്ഞു, ഭൂമിയിൽ മാത്രം ജീവിക്കാനാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിനക്ക് പറക്കാൻ കഴിയില്ല. പക്ഷെ മിട്ടുവിന് ഇതൊന്നും കേട്ട് യാതൊരു വിഷമവും തോന്നിയില്ല. അവൻ എന്നെങ്കിലും തനിക്ക് പറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ജീവിച്ചു. എല്ലാ ദിവസവും അവൻ അതിനായി പരിശീലിക്കാൻ തുടങ്ങി. അവൻ ചിലപ്പോൾ വൈക്കോൽ കൂനയുടെ മുകളിൽ വലിഞ്ഞു കയറും. എന്നിട്ട് താഴെയുള്ള പുൽത്തകിടിയിലേക്ക് കാലുകൾ ഉയർത്തി ചാടും. ചിലപ്പോൾ മുൻകാലുകൾ ചിറകുകൾ പോലെ വിരിക്കാൻ നോക്കും. പക്ഷെ അവൻ ഒരിക്കലും പറക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഉച്ചനേരത്ത് മിട്ടു വെയിലത്ത് അങ്ങനെ നടക്കുമ്പോൾ ടാരോ എന്നു പേരുള്ള ഒരു വയസ്സനാമയെ കണ്ടുമുട്ടി. ആമ വളരെ സാവധാനം നീങ്ങുകയായിരുന്നു. മിട്ടു ചാടുന്നതും വീഴുന്നതുമൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ടാരോ ചോദിച്ചു, കുഞ്ഞൻ പൂച്ചയെ, നീ എന്തിനാ ഇങ്ങനെ ചാടുന്നത്? എനിക്കും പറക്കണം, എന്നിട്ട് മേഘങ്ങളെ തൊടണം, മിട്ടു പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ടാരോ പറഞ്ഞു, ഓ, അപ്പോൾ ചിറകില്ലാതെ തന്നെ നീ പറക്കാൻ ശ്രമിക്കുകയാണല്ലേ, കൊള്ളാം. ടാരോ മെല്ലെ ഇഴഞ്ഞു നീങ്ങി. അന്ന് രാത്രിയിൽ ആ സ്ഥലത്തൊരു വലിയ കൊടുങ്കാറ്റ് വീശി. മരങ്ങളൊക്കെ കാറ്റത്ത് ഉലഞ്ഞാടി. വലിയ ശബ്ദത്തിൽ ഇടിവെട്ടി. മഴ പെയ്തു. കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. മിട്ടുവിനാകെ പേടിയായി. അവൻ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ പതുങ്ങിയിരുന്നു. അപ്പോഴാണ് മരത്തിനടുത്ത് ഒരു കരച്ചിൽ കേട്ടത്. മിട്ടു നോക്കുമ്പോൾ ഒരു വളരെ ചെറിയ പക്ഷി മരത്തിലുള്ള കൂട്ടിൽ നിന്നും താഴെ വീണ് കിടന്ന് കരയുന്നു. മിട്ടു മറ്റൊന്നും ആലോചിച്ചില്ല. അവൻ കാറ്റും മഴയും വകവയ്ക്കാതെ പക്ഷിക്കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് മരത്തിലേക്ക് വലിഞ്ഞു കയറി. അവൻ ഒരു കൊമ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരുന്നു. അവൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാറ്റ് അവനെ തള്ളിയിടാൻ നോക്കി. മഴ അവൻ്റെ ശരീരമാകെ നനച്ചു. പക്ഷെ അവൻ അതൊന്നും വകവയ്ക്കാതെ പക്ഷിക്കുഞ്ഞുമായി മരത്തിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. അവസാനം ഒരു ചില്ലയിൽ പക്ഷിയുടെ കൂട് കണ്ടെത്തി. മിട്ടുവിന് സന്തോഷമായി. അവൻ പക്ഷിക്കുഞ്ഞിനെ സുരക്ഷിതമായി അതിൻ്റെ കൂട്ടിനകത്തേക്ക് കയറ്റിവിട്ടു. എന്നിട്ട് ആശ്വാസത്തോടെ തിരികെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴതാ വലിയൊരു കാറ്റ് ആഞ്ഞു വീശി. മിട്ടുവിൻ്റെ നില തെറ്റി. അവൻ താഴേക്ക് വീഴാൻ തുടങ്ങി. പക്ഷെ അവന് തോന്നിയത് താൻ പറക്കുകയാണെന്നാണ്. അങ്ങനെ ചിറകില്ലാതെ മിട്ടു പറന്ന് നടന്നു. വളരെ ധൈര്യത്തോടെ, വളരെ സ്വതന്ത്രമായി മിട്ടു പറന്നു. ഒടുവിൽ മിട്ടു സുരക്ഷിതമായി താഴെയുള്ള പുൽത്തകിടിയിൽ ഇറങ്ങി. അവൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അവൻ ഉറക്കെ ഉറക്കെ ചിരിച്ചു. സന്തോഷം കൊണ്ട് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. തനിക്കും പറക്കാൻ കഴിഞ്ഞു. അവൻ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെന്ന് തോന്നി, എനിക്കും പറക്കാൻ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ പക്ഷികൾ അവൻ്റെ ചുറ്റും കൂടി. കുരുവി മിട്ടുവിനോട് പറഞ്ഞു, നീ ശരിക്കും പറന്നല്ലോ മിട്ടു, നീ നിൻ്റേതായ രീതിയിൽ പറന്നു കഴിഞ്ഞു. മിട്ടുവിന് ഒരിക്കലും ആകാശത്തിലൂടെ പറക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ അതിലും മികച്ച ഒരു കാര്യം ജീവിതത്തിൽ പഠിച്ചു. എന്താണ് ആ ഗുണപാഠം എന്നറിയണ്ടേ? നിങ്ങൾക്ക് ഉയരാൻ ചിറകുകൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിന് ധൈര്യം മാത്രം മതി. അന്നു മുതൽ മിട്ടു ആകാശത്തേക്ക് നോക്കുമ്പോഴൊക്കെ പുഞ്ചിരിക്കും. ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.